നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ദേവമേളയുടെ മേളപ്പരമ്പരയ്ക്ക് ബുധനാഴ്ച ആദ്യ കോലുയരും. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഒരുക്കങ്ങൾ 24 പങ്കാളി ക്ഷേത്രങ്ങളിലും പൂർത്തിയായി. തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാടിന്റെ ഭാഗമായി തേവർക്ക് ആറാട്ട് നൽകാറുള്ള സേതുകുളം ശുചീകരിച്ചു. ആറാട്ടുപുഴ പൂരത്തിന്റെ മുന്നോടിയായാണ് ശുചീകരണം. ഊരകം ALP സ്കൂളിൽ പക്ഷികൾക്കായി പാന സ്നാനപാത്രങ്ങൾ സ്ഥാപിച്ചു. പ്രധാന അധ്യാപിക ജിനി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരുകളിൽ ജനങ്ങൾക്ക് നിരാശയാണെന്നും ജനങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് UDF-ലാണെന്നും കെ മുരളീധരൻ MP. UDF സ്ഥാനാർത്ഥിയായ അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രം സന്ദർശനം നടത്തി. വാർത്തകൾ വിശദമായി. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ദേവമേളയുടെ മേളപ്പരമ്പരയ്ക്ക് ബുധനാഴ്ച ആദ്യ കോലുയരും. ചെർ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയുടെ ഭാഗമായി രാത്രി 10-ന് പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന പഞ്ചാരി മേളമാണ് മേളപ്പുഴയിലേക്കുള്ള ആദ്യ കൈവഴിയാവുക. ദേവമേള എന്നറിയപ്പെടുന്ന പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഒരുക്കങ്ങൾ 24 പങ്കാളി ക്ഷേത്രങ്ങളിലും പൂർത്തിയായി. ആതിഥേയരായ ആറാട്ടുപുഴയിൽ നെയ് സമർപ്പണം തുടങ്ങി. തേവർക്കുള്ള 2 പന്തലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ക്ഷേത്രത്തിൽ പൂരങ്ങൾക്കുള്ള ചമയങ്ങളുടെ നിർമ്മാണവും മിനുക്കലും നടക്കുന്നുണ്ട്. പെരുവനം പൂരം മാർച്ച് 20-നും ആറാട്ടുപുഴ പൂരം 23-നുമാണ്. അത്തം കൊടിക്കുത്ത് വരെ 1 മാസം നീളുന്ന ചടങ്ങിലെ കൊടിമരം നാട്ടലും കൊടിയേറ്റവും ചേർപ്പ് തിരുവള്ളക്കാവ് ക്ഷേത്രങ്ങളിൽ നടന്നു. ബുധനാഴ്ച നടക്കുന്ന ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേല ആഘോഷത്തിലെ ഭക്തിയും പൊലിമയുള്ള ചടങ്ങാണ്. മാർച്ച് 15-ന് കടലാശ്ശേരി ക്ഷേത്രത്തിലെ കാർത്തിക പുറപ്പാട്, 16-ന് ഊരകം ക്ഷേത്രത്തിലെ രോഹിണി വിളക്ക്, 17-ന് വിവിധ ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റവും മകീരം പുറപ്പാടും, 19-ന് പുലർച്ചെ ആറാട്ടുപുഴ തിരുവാതിര വിളക്ക്, 21-ന് പിടിക്കപ്പറമ്പ് പൂരം, 22-ന് പിടിക്കപ്പറമ്പ് ആനയോട്ടവും ആറാട്ടുപുഴ തറക്കൽ പൂരവും, 23-ന് ആറാട്ടുപുഴ പൂരം, 24-ന് പുലർച്ചെ 4:30-ക്ക് കൂട്ടിയെഴുന്നള്ളിപ്പും രാത്രി ഗ്രാമബലിയും, 25-ന് അത്തം കൊടിക്കുത്തും നടക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തൃപ്രയാർ തേവർ നെടുനായകത്വം വഹിക്കും. തേവരുടെ ഇടതുഭാഗത്ത് ചാത്തകുടം ശാസ്താവിനൊപ്പം ഊരകം അമ്മ തിരുവടിയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയും അണിനിരക്കും. 108 ആനകൾ പണ്ട് അകമ്പടിയായിരുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ 71 ആനകളുണ്ടായിരുന്നു. 23 ദേവീദേവന്മാർ ദേവസംഗമത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴയിലേക്ക് എഴുന്നള്ളിയെത്തും. ആറാട്ടുപുഴ ശാസ്താവ് ആതിഥേയത്വം വഹിക്കും. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാടിന്റെ ഭാഗമായി തേവർക്ക് ആറാട്ട് നൽകാനുള്ള സേതുകുളം ശുചീകരിച്ചു. തൃപ്രയാർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിലാണ് സേതുകുളം ഉൾപ്പെടെയുള്ള കിഴക്കേക്കരയിലെ ആറാട്ടുകുളങ്ങൾ വൃത്തിയാക്കുന്നത്. രാജു അയ്യപ്പന്റെ നേതൃത്വത്തിൽ 20 തൊഴിലാളികൾ ചേർന്നാണ് സേതുകുളം ശുചീകരിക്കൽ നടത്തിയത്. കുളം വറ്റിച്ച് അരികു മാടി വൃത്തിയാക്കിയാണ് ആറാട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. ഈ മാസം 17-നാണ് തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട്. മകീര്യം പുറപ്പാട് ദിനത്തിലെ തേവരുടെ ആദ്യ ആറാട്ടും ആറാട്ടുപുഴ പൂരം കഴിഞ്ഞുള്ള ഉത്രംവിളക്ക് ദിനത്തിലെ സമാപന ആറാട്ടും നടക്കുന്നതും സേതുകുളത്തിലാണ്. ഊരകം ALP സ്കൂളിൽ പക്ഷികൾക്കായി പാന സ്നാനപാത്രങ്ങൾ സ്ഥാപിച്ചു. വേനൽ കനത്തതോടെ മേജറും അധ്യാപകനുമായ PJ സ്റ്റൈജു ആണ് വിദ്യാലയത്തിലേക്ക് സൗജന്യമായി പാത്രങ്ങൾ നൽകിയത്. പ്രധാന അധ്യാപിക ജിനി ഉദ്ഘാടനം ചെയ്തു. ബാലജനസഖ്യം ജില്ലാ കോർഡിനേറ്റർ KB പ്രമോദ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ PJ സ്റ്റൈജുവിനെ ആദരിച്ചു. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പുറം ആദരവ് കൈമാറി. അധ്യാപകരായ ജൂഡിത്ത്, പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരുകളിൽ ജനങ്ങൾക്ക് നിരാശയാണെന്നും ജനങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് UDF-ലാണെന്നും കെ മുരളീധരൻ MP പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയായ അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രം ദർശനം നടത്തി. നാട്ടിക നിയോജക മണ്ഡലത്തിലെ പര്യടന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
എല്ലാ നിലയിലും സംസ്ഥാനത്തെയും രാജ്യത്തെയും ജനജീവിതം ദുരിതപൂർണമായി. ജനങ്ങളുടെ സങ്കടങ്ങൾക്കും കണ്ണുനീരിനും അറുതിയില്ലാതെയായി. മാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. ത്രികോണ പോരിൽ തന്നെ ഒന്നാം നമ്പർ സ്ഥാനത്തെത്തിക്കുന്ന പ്രതീതി കഴിഞ്ഞ 2 ദിവസമായി സൃഷ്ടിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇത് തുടർന്ന് മുന്നോട്ടു പോയാൽ നല്ല ഭൂരിപക്ഷത്തോടെ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ശാന്തി മഠത്തിൽ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെയും അദ്ദേഹം സന്ദർശിച്ചു. ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും മീനൂട്ടും വെടിവഴിപാടും സമർപ്പിച്ചു. തുടർന്ന് കെ മുരളീധരൻ സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്തിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കണ്ട് അനുഗ്രഹം തേടി. തുടർന്ന് കെ മുരളീധരൻ വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ ഇടവക വികാരിയെ സന്ദർശിച്ച ശേഷം പള്ളിയിൽ നേർച്ചയും സമർപ്പിച്ചു. തുടർന്ന് അദ്ദേഹം നാട്ടിക SN കോളേജ്, തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക്, തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂൾ, തളിക്കുളം ദാറുൽ മുസ്തഫ മസ്ജിദ് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. ഒറ്റക്കെട്ടായി തന്നെ രംഗത്തുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രികോണ പോരിൽ നിന്ന് ശക്തമായി ഒന്നാം സ്ഥാനത്തെത്തി എന്നുള്ള ഒരു പ്രതീതി കഴിഞ്ഞ 2 ദിവസം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഇതേ ടെമ്പോ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല ഭൂരിപക്ഷത്തോടെ ഈ സീറ്റ് നിലനിർത്താൻ കഴിയും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, VR വിജയൻ, കെ ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, നാട്ടിക വലപ്പാട് മണ്ഡലം പ്രസിഡന്റുമാരായ PM സിദ്ദീഖ്, സന്തോഷ്, P വിനു, സുനിൽ ലാലൂർ, ശോഭ സുബിൻ, AN സിദ്ധപ്രസാദ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം തുടങ്ങി. സമ്പൂർണ്ണ നെയ് വിളക്കിൽ ഭാഗഭാക്കാവുന്നതിനുള്ള നെയ് സമർപ്പണത്തിൽ രാവിലെ 8 മുതൽ വിവിധ ദേശങ്ങളിലുള്ള 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര നടപ്പുരയിൽ ഒരുക്കി വെച്ചിരുന്ന ഊട്ടുചരക്കിലാണ് ഭക്തർ കൂട്ടമായി നെയ് സമർപ്പിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, അംഗങ്ങൾ MP മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, കമ്മീഷൻ C അനിൽകുമാർ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷൻ MR മിനി, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ എന്നിവരും ശാസ്താവിന് നെയ് സമർപ്പിച്ചു. സമ്പൂർണ്ണ നെയ്വിളക്കിനും ശ്രീലകത്തും ചുറ്റിലുമുള്ള നെയ്വിളക്കിനും വേണ്ടിയുള്ള സമർപ്പണമായിരുന്നു ഇത്. ഗ്രാമബലി വരെയുള്ള 10 ദിവസങ്ങളിൽ ശ്രീലകത്തും ചുറ്റിലുമുള്ള എല്ലാ വിളക്കുകളിലും നെയ്ത്തിരിയാണ് തെളിയുക. പൂരം വരെയുള്ള ദിവസങ്ങളിൽ ഭക്തവത്സലനായ ശാസ്താവിന്റെ തിരുനടയിൽ ഭക്തജനങ്ങൾക്ക് നെയ് സമർപ്പിക്കാനുള്ള സൗകര്യം ആറാട്ടുപുഴ ക്ഷേത്രം ഉപദേശക സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്താവിന് നിവേദിച്ച കടുമധുര പായസം പ്രസാദമായി നൽകി. വാടാനപ്പള്ളി ബീച്ച് കുടുംബക്ഷേത്രത്തിലെ ഉത്സവ എഴുന്നള്ളിപ്പിനെ കൊണ്ടുപോകുന്നതിനിടെ ആന ഇടഞ്ഞത് പരിഭ്രാന്തിയിടയാക്കി. വാടാനപ്പള്ളി ബീച്ച് ആനവളവിൽ വടക്കൻ വേൽമുരുകൻ ആദിഗുരു മുത്തപ്പൻ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ആനയാണ് വിരണ്ടോടിയത്. കുട്ടമുഖം ഭാഗത്തേക്ക് വിരണ്ടോടുകയായിരുന്നു. ആനയെ 20 മിനിറ്റിന് ശേഷം കുട്ടമുഖത്ത് വെച്ച് പാപ്പാന്മാർ ചേർന്ന് തളച്ച് സ്ഥലത്ത് നിന്ന് മാറ്റുകയായിരുന്നു. സംഭവത്തിൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നുമില്ല. തൃത്തല്ലൂരിൽ ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശം വൃത്തിഹീനവും മലിനമായതും മൂലം ദുരിതത്തിലായി പ്രദേശവാസികൾ. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലെ ദേവീനഗർ നിവാസികളാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമടക്കം 250ഓളം തൊഴിലാളികളാണ് ഇവിടെ താമസിച്ചു വരുന്നത്. ഇവർ താമസിക്കുന്ന സ്ഥലമാണ് വൃത്തിഹീനമായി തുടരുന്നത്. അഴുക്കുവെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്ന് തങ്ങളുടെ ആരോഗ്യത്തെ വരെ പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ടുണ്ട് ഈ പരിപാടി ഇവിടെ തുടങ്ങിയിട്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബംഗാളികൾക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം എന്ന നിലയിലാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. കാലക്രമേണ അത് എംസാൻഡായി, അതുപോലെ മെറ്റൽ ക്രഷറായി, ടാറ് എന്നിവ ഉൽപ്പാദിപ്പിക്കാനുള്ള ചില സാങ്കേതിക കാരണങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. പൊടിപടലങ്ങളും ടാറിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ അഴുക്ക് ചാലുകൾ, ഈ ബാത്റൂമിൽ നിന്ന് വരുന്നുള്ള ആ സ്മെല്ലുകൾ, കെമിക്കൽ, ഇതൊക്കെ ശ്വസിച്ചുകൊണ്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ അനുഭവിക്കുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട്. കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായ യുവതിയുടെ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തിയ തമിഴ്നാട് സ്വദേശിയെ വാടാനപ്പള്ളി പോലീസ് താക്കീത് ചെയ്തിരുന്നതായി പറയുന്നു. ദേശീയപാത 66ന്റെ നിർമ്മാണ സാമഗ്രികളും തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളും മറ്റും ഷീറ്റ് വെച്ച് മറയ്ക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരം ഉണ്ടാകുമെന്നാണ് നാട്ടുകാർക്ക് ലഭിച്ചിട്ടുള്ള ഉറപ്പ്.
2 മാസമായി ശമ്പളം ലഭിക്കാത്തത് കേന്ദ്രവിഹിതം അനുവദിക്കാത്തത് കൊണ്ടാണെന്ന് ആരോപിച്ച് NH എംപ്ലോയീസ് ഫെഡറേഷൻ തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമര ആരോഗ്യ കേരളം ഓഫീസിന് മുന്നിൽ പട്ടിണി കഞ്ഞി സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. NHM ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി മീര, CITU ഏരിയ സെക്രട്ടറി സഖാവ് സുധാകരൻ, ജില്ലാ സെക്രട്ടറി CC പോൾ വിജീഷ്, സുമി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ പ്രകൃതി സഹജീവി സ്നേഹം വളർത്താൻ തൃത്തല്ലൂർ UP സ്കൂളിൽ നിന്ന് ആരംഭിച്ച് കേരള മോഡൽ സ്കൂൾ പദ്ധതിയായി മാറിയ ജീവന്റെ ജീവൻ 17ാം വർഷത്തിലേക്ക്. സ്കൂൾ അങ്കണത്തിലെ ഔഷധത്തോട്ടത്തിൽ വിദ്യാർത്ഥികൾ ഓമനിച്ച് വളർത്തിയ മണിക്കുട്ടിയാടിന്റെ 12ാം തലമുറയിലെ മിന്നൂട്ടിയാണ് മറ്റൊരു വിദ്യാർത്ഥിനിക്ക് സ്വന്തമായത്. നാട്ടിക MLA ആയിരിക്കെ TN പ്രതാപൻ MPയുടെ ആശയമാണ് സഹപാഠികളായിരുന്ന ഇപ്പോഴത്തെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ PD സുരേഷും അന്ന് നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്ററായിരുന്ന KS ദീപനും കൈകോർത്തതോടെ ജീവന്റെ ജീവനായത്. ജീവനുള്ളതെല്ലാം കൂടി ചേരുന്നതാണ് മക്കളെ പ്രകൃതി. ഈ പ്രകൃതിയിലേക്ക് നമ്മൾ ജീവിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെള്ളമില്ലേ നമ്മൾ ജീവിക്കുള്ളൂ. അപ്പൊ നമ്മൾ നമ്മെ പോലെ ആരെ സ്നേഹിക്കണം? മോന്റെ പേരെന്താ? അലോക്ക് പറഞ്ഞ കേട്ടാ. നമ്മൾ നമ്മളെ പോലെ ആരെ സ്നേഹിക്കണം? ഉറക്കെ പറയാം, കുറച്ചുകൂടി ഉറക്കെ പറയാം. പ്രകൃതിയെ സ്നേഹിച്ചാലേ നമ്മൾ ഉണ്ടാവുള്ളൂ. നമ്മളെ സ്നേഹിച്ചാലേ പ്രകൃതി ഉണ്ടാകുള്ളൂ. ഇപ്പൊ മനുഷ്യനും പ്രകൃതിയും. സ്കൂൾ ബാഗിൽ കുട്ടികൾ കരുതിയിരുന്ന ഒരു പിടി പുല്ലും 10 പ്ലാവിലയുമായിരുന്നു മണിക്കുട്ടി ആടിനുള്ള ഭക്ഷണം. സ്കൂളിലെ ഔഷധത്തോട്ടത്തിലാണ് മണിക്കുട്ടിയെ താമസിപ്പിച്ച് വളർത്തിയത്. 2008 ഓഗസ്റ്റ് 5-ന് അന്ന് വനംവകുപ്പ് മന്ത്രിയായിരിക്കെ ബിനോയ് വിശ്വമാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി പദ്ധതിയെ കേരള മോഡൽ പദ്ധതിയായി ഏറ്റെടുത്തു. ജീവന്റെ ജീവൻ പദ്ധതി 17ാം വർഷത്തിലെത്തുമ്പോൾ ഗോഡ് ക്ലബിലെ അംഗങ്ങളായ കുട്ടികൾ സ്നേഹിച്ചു വളർത്തിയ 56ാമത്തെ ആട്ടിൻകുട്ടിയെ കൂടിയാണ് കൈമാറാനായത്. പച്ചക്കറി വിറ്റ് കിട്ടിയ പണവും രക്ഷിതാക്കൾ നൽകിയ പോക്കറ്റ് മണിയും ഉപയോഗിച്ചാണ് കുട്ടികൾ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് വാങ്ങിയത്. മണിക്കുട്ടിയെ പിന്നീട് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത കുട്ടിക്ക് വളർത്താൻ നൽകി. AS ആദിൽ മുബാറക് ജീവന്റെ ജീവനായി വളർത്തിയ മിന്നുവിന്റെ മകൾ മിന്നൂട്ടിയെയാണ് ഈ വർഷത്തെ ഗോഡ് ക്ലബ് അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 4ാം ക്ലാസ് വിദ്യാർത്ഥിനി PR ദേവനന്ദയ്ക്കായി സമ്മാനിച്ചത്. സ്കൂൾ ഔഷധത്തോട്ടത്തിലെ ഹരിത ക്ലാസ് മുറിയിൽ നടന്ന ചടങ്ങിൽ പദ്ധതിക്ക് രൂപം നൽകിയ TN പ്രതാപൻ MP തന്നെ ആട്ടിൻകുട്ടിയെ വിദ്യാർത്ഥിനിക്ക് കൈമാറി. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MM മറിയം അധ്യക്ഷത വഹിച്ചു. ജീവന്റെ ജീവൻ ക്ലബ്ബ് സ്ഥാപക കൺവീനർ KS ദീപൻ ആമുഖ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് AA ജാഫർ, പ്രധാനാധ്യാപിക KG റാണി, ഗോട്ട് ക്ലബ്ബ് കൺവീനർ V ഉഷാകുമാരി, P അജിത് പ്രേം, PV ശ്രീജ മൗസമി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓരോ തലമുറയിലും ആട്ടിൻകുട്ടികളെ സ്കൂളിൽ തെരഞ്ഞെടുക്കുന്ന ഗോഡ് ക്ലബ്ബ് അംഗങ്ങൾക്കാണ് വിതരണം ചെയ്യുക. ആദ്യ പ്രസവത്തിലെ ആട്ടിൻകുട്ടികളെ സ്കൂളിലേക്ക് തിരികെ നൽകി ഇവയെ ഗോഡ് ക്ലബിലെ സഹപാഠികൾക്ക് നൽകുന്നതാണ് ജീവന്റെ ജീവൻ പദ്ധതി. ആനക്കല്ല് അമ്മാടം പെരിങ്ങോട്ടുകര പൊതുമരാമത്ത് റോഡിൽ കലുങ്ങ് പൊളിച്ചു പണിയുന്നതിനാൽ ബുധനാഴ്ച മാർച്ച് 13 മുതൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പാലക്കൽ നിന്ന് വരുന്നവർ പുത്തൻ വെട്ടുവഴിയിൽ നിന്നും, തൃപ്രയാറിൽ നിന്ന് വരുന്നവർ കുണ്ടോളിക്കടവിൽ നിന്നും വഴിതിരിഞ്ഞു പോകേണ്ടതാണെന്ന് ചേർപ്പ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6075 രൂപ, പവന് 48,600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ദേവമേളയുടെ മേളപ്പരമ്പരയ്ക്ക് ബുധനാഴ്ച ആദ്യ കോലുയരും. പെരുവനം ആറാട്ടപ്പുഴ പൂരത്തിന്റെ ഒരുക്കങ്ങൾ 24 പങ്കാളി ക്ഷേത്രങ്ങളിലും പൂർത്തിയായി. തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാടിന്റെ ഭാഗമായി തേവർക്ക് ആറാട്ട് നൽകാറുള്ള സേതുകുളം ശുചീകരിച്ചു. ആറാട്ടുപുഴ പൂരത്തിന്റെ മുന്നോടിയായാണ് ശുചീകരണം. ഊരകം ALP സ്കൂളിൽ പക്ഷികൾക്കായി പാന സ്നാനപാത്രങ്ങൾ സ്ഥാപിച്ചു. പ്രധാന അധ്യാപിക ജിനി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരുകളിൽ ജനങ്ങൾക്ക് നിരാശയാണെന്നും ജനങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് UDF-ലാണെന്നും K. മുരളീധരൻ MP.
UDF സ്ഥാനാർത്ഥിയായ അദ്ദേഹം ത്രിപ്രയാഗ് ക്ഷേത്രം സന്ദർശനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.